സൈലം ബാങ്കിങ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ റിക്വയർമെന്റ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0. നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് വലിയൊരു വിജയമായിരുന്നു. നമ്മുടെ SBI PO ആയിട്ട് നമ്മുടെ അശ്വിനിയൊക്കെ ക്രാക്ക് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അശ്വിനി നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് നിങ്ങൾ ഇന്റർവ്യൂകളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അശ്വിനി ആ ഒരു ലെവലിലേക്ക് എത്തിയത്? അശ്വിനിയും നേരിട്ടത് സെയിം പ്രശ്നമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ ഫേസ് ചെയ്ത അതേ പ്രശ്നമായിരുന്നു. പ്രിലിംസ് നിറയെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാൽ മെയിൻസിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലെ എല്ലാവർക്കുമുള്ള പ്രശ്നമാണത്. സോ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0 നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമുക്ക് 5 സബ്ജക്റ്റുകളാണ് ഉള്ളത് അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് മാത്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മാത്സിൽ കമ്പ്യൂട്ടറും കൂടിയും വരുമ്പോൾ 5 സബ്ജക്റ്റുകൾ. നമുക്കിപ്പോൾ മാത്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മാത്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നമാണ് ഹൈ ലെവൽ DI, ഹൈ ലെവൽ അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് അല്ലെ. ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ എങ്ങനെ നമ്മളിത് ചെയ്തു തീർക്കും എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് ഉത്തരം കുറച്ചും കൂടി ടൈം കിട്ടുകയാണെങ്കിൽ, ഒന്നും കൂടിയും ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒന്നും കൂടിയും വായിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയേനെ. പക്ഷെ ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക, ഉത്തരം എഴുതുക എന്നുള്ളത് നമുക്ക് പറ്റുന്നില്ല അല്ലെ. നെക്സ്റ്റ് റീസണിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും സെയിം ആണ്. ഹൈ ലെവൽ പസിൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടിയും സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇനി ഇംഗ്ലീഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയ റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല അല്ലെ. ഇത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇനി അടുത്ത സബ്ജക്റ്റ് ആണ് നമ്മുടെ മെയിൻസിന് മാത്രമുള്ള, നമ്മുടെ മുന്നിൽ ഒരു വലിയ ബാലികേറ മലയായി നിൽക്കുന്ന നമ്മുടെ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. 6 മാസത്തെ കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതാണെങ്കിൽ ബാങ്കിങ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, RBI ന്യൂസുകൾ ഒക്കെയാണ് നമുക്ക് എക്സാമിന് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുമില്ല, നമ്മൾ വായിച്ചാൽ മറന്നും പോകുന്നു. ഇതാണ് നമ്മൾ നേരിടുന്ന മെയിൻസ് എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0 ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറും നമ്മൾ ഈ ബാച്ചിൽ കവർ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ PO എക്സാം ആണെങ്കിൽ, PO എക്സാം ആകുമ്പോൾ നമുക്കറിയാം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ ഇന്റർവ്യൂ പ്രിപ്പറേഷനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെയും ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് തുടരെ മെയിൻസ് എക്സാമുകൾ വരാൻ പോവുകയാണ്. അപ്പൊ അതിനായി നിങ്ങളെ സജ്ജരാക്കുന്നതിനാണ് നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0 എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ ടൈമർ വെച്ചിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. മാത്സിന്റെയും റീസണിങ്ങിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ടൈമർ വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുകയും ലിമിറ്റഡ് ടൈമിനുള്ളിൽ എങ്ങനെയാണ് ഓരോ ലെങ്തി ക്വസ്റ്റ്യൻസും ടാക്കിൾ ചെയ്യേണ്ടത്, ഓരോ പ്രോബ്ലത്തിനെയും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള തുടരെയുള്ള പ്രാക്ടീസിലൂടെ നിങ്ങളെ അതിന് ഏബിൾ ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ ഒരു എയിം, അല്ലെങ്കിൽ നമ്മുടെ ഈ ബാച്ചിലൂടെ നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് നമ്മുടെ ഈ ബാച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ 350+ hours ഓഫ് ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി 2 to 4 hours ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. വീക്ക്ലി 5 to 6 days ക്ലാസ് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലൂടെയുള്ള പ്രാക്ടീസ് സെറ്റും, ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിൽ ഫാക്കൽറ്റി കവർ ചെയ്യുന്ന പ്രാക്ടീസ് സെറ്റുകളും, അതിന്റെ കൂട്ടത്തിൽ ഈ പ്രാക്ടീസ് സെറ്റ് എന്ന് പറയുന്നത് ടൈമർ വെച്ചിട്ടുള്ള പ്രാക്ടീസ് ആണ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ക്വസ്റ്റ്യനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ പ്രാക്ടീസിന്റെ കൂടെ തന്നെ ഓരോ ഡെയിലി ടാർഗറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ടാർഗറ്റും കൂടിയും കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട പ്രോബ്ലംസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ പ്രാക്ടീസ് സെറ്റ് പ്ലസ് ടാർഗറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ മെയിൻസിന്റെ ആസ്പിറൻസിനുള്ള ഡൗട്ടാണ് അല്ലെ. പ്രിലിംസ് നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചതാണ്, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. ഇനി ഞാൻ എന്ത് ചെയ്യും, എന്താ പഠിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ അത് നമുക്ക് ഇതിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് എല്ലാവരെയും. നമുക്ക് റീസണിങ് എടുക്കുന്നത് അഞ്ജു മിസ് ആണ്. ഇനി രേവതി മിസ് ആണ് ഇംഗ്ലീഷ് എടുക്കുന്നത്. ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ രേവതി മിസ് ആണ്.
പിന്നീട് ഞാനായിരിക്കും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എടുത്തു തരാൻ പോകുന്നത്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് മെയിൻസ് ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും പേടിയുള്ള ഒരു സബ്ജക്ട് ശരിക്കും കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ. സോ അത് നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതാണ് നമ്മുടെ ബാച്ചിൽ. അപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് സെറ്റ് ആക്കി തരാൻ ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് 6 മന്ത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. അത് നമ്മൾ സെറ്റ് ആക്കി തരുന്നതാണ് നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിലൂടെ. നെക്സ്റ്റ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സബ്ജക്ട് അനുഭവ പാരമ്പര്യമുള്ള നമ്മുടെ നിഖിൽ രാജ് സാറാണ് QA എടുക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സോ ഏറ്റവും എളുപ്പത്തിൽ എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കി തരുന്ന രീതിയിലായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് ആണെങ്കിലും റീസണിങ്ങിന്റെ ക്ലാസ് ആണെങ്കിലും ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആവുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ലൈവ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അതിന്റെ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആവുന്നതാണ്. ക്ലാസ് നോട്ട്സ് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ ഡെയിലി പ്രാക്ടീസ് സെറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് എന്ന് പറയുന്നത്. റെഡി? നെക്സ്റ്റ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ടായിരിക്കും. ടൈം മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് തന്നെ ഫാക്കൽറ്റി തന്നെ ടൈമർ വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇത്രയും അടങ്ങുന്ന ഈ ബാച്ചിന്റെ ഫീ എന്ന് പറയുന്നത് 3,999 ആണ് എന്നുള്ള കാര്യം നോക്കുക. നമ്മുടെ ക്ലാസ്സുകൾ 27-ാം തീയതി ഓഗസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മന്ത് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഭാവി സെക്യൂർ ചെയ്യുന്ന മെയിൻസ് എക്സാം എന്ന് പറയുന്ന കടമ്പ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കടക്കാനാവുന്നതാണ്. സോ അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സോടുകൂടി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.